الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، والسلام علينا وعلى عباد الله الصالحين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ ഈ സ്ഥാപനയുടെ പ്രിൻസിപ്പാളും കൂടിയായ ഷരീഫ് സാദി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾ, വേജാറുകൾ, പ്രയാസങ്ങൾ, കുടുക്കുകൾ, കഷ്ടങ്ങൾ എല്ലാം അല്ലാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഞങ്ങളെ റായത്തിൽ തിങ്ങൾക്ക് ഓർക്ക നടക്കിട സ്വലാത്ത്, അതിൽ പുറേ ഒരു പ്രത്യേകമായ ഒരു കാര്യക്രമം കൂടിയുണ്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കൾ സലാത്ത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ഞങ്ങളെ സമസ്യ, ഞങ്ങളെ പ്രശ്നത്തുകളുള്ള പരിഹാരം തന്നുകൊണ്ട് ഞങ്ങളെ റായത്തേക്ക് ഖാദിയായിട്ട് ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട വന്യരായ ഞങ്ങളെല്ലാമായ കൂറത്തങ്ങൾ ഈ സലാത്ത് വാർഷിക പറയുമ്പോൾ അനുസ്മരണ ആക്കിടെ ഒരു അള്ളാഹുവിടെ വിധിയായിട്ട് കിട്ടും. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ബംഗളഗുഡ രായത്തുക്ക് മാത്രമല്ല, ഇടീ സമുദായത്തിന് തന്നെ വലിയ ഒരു നഷ്ടമായിട്ട് കിടി കൂറത്തങ്ങളുടെ യാത്ര. കാരണം എന്തിനു ചെന്നെങ്കിൽ കൂറത്തങ്ങളുടെ ജീവിതവും അവിടുത്തെ പലക്കവും അവിടുത്തെ പ്രവർത്തനമെല്ലാം അത് സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഒരു ശക്തിയായിട്ടുണ്ട്. അതുകൊണ്ടായിട്ട് മഹാനായ താജുൽ ഉലമ വഫാത്താവിടേക്ക് അല്പം മുന്നോളു വസിയത്താക്കിയത് നക്ക് ശേഷം നന്റെ നായിബായിട്ട് ഇവിടെ ബണ്ടെങ്കിൽ അത് നന്റെ മോണായിട്ട് കിട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ പല ചർച്ചയെല്ലാം ഉണ്ടായിട്ട് എന്തിനു ചെന്നെങ്കിൽ വലിയ വലിയ ആലിമീങ്ങ ഉള്ളാറ്, വലിയ വലിയ തങ്ങമാറുള്ളാറ്, വലിയ വലിയ കാളിമാരെല്ലാം ഉള്ളാറ്. ഇങ്ങെല്ലാം ഇക്കുമ്പൊത്തുകു താജുല്ലമ എന്റെ കൂറത്തങ്ങളെ ഞങ്ങൾക്ക് കാട്ടി തന്നേ. പക്ഷേ അണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംശയം വന്നെങ്കിലും അതിനെ പരിപൂർണ വ്യക്തമായി കൂറത്തങ്ങൾ ആറ് എന്തിനിട്ട് കാട്ടി തന്നിട്ട് ഞങ്ങളോട്ടെ യാത്ര പോയിട്ട് ബഹുമാനപ്പെട്ട വന്യരായ തങ്ങൾ എവിടത്തോളം ചെന്നെങ്കിൽ യാത്ര ചെന്നെങ്കിൽ മുഅ്മിനീങ്ങളെ ഞങ്ങളെ കൂട്ടത്തിൽ മരിക്കും പോലെ അല്ല മരിച്ചത്. പരിപൂർണമായ ഒരു ഒരുക്കത്തിലായിട്ട് മഹാനായ കൂറത്തങ്ങൾ യാത്ര ചെയ്തത്. സുബഹി നിസ്കരിച്ചിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് കൂട്ടുകുടുംബത്തെല്ലാം മുട്ട വിളിച്ചിട്ട് വസിയത്താക്കിയിട്ട് പല അത്ഭുതകരമായ വിഷയങ്ങൾ ചെന്നിട്ടായിട്ട് വന്യരായ ബഹുമാനപ്പെട്ട തങ്ങൾ യാത്ര പോയത്.
ആ കൂട്ടത്തിൽ ഞാൻ ചെന്നോണ്ടുള്ള ഇന്നലെ ഞാൻ കൂറത്തങ്ങൾ വഫാത്തായി ജനാസ അടക്കിയത് പിറ്റേത്തെ ദിവസമായിട്ട് ഉംറത്തുക്ക് പോയത്. അപ്പൊ എൻ്റെ ഫാമിലി ഒട്ടിക ഇന്നാറ്. അപ്പൊ ഫാമിലിക്ക് അവിടെ പോകുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്നലെ ഞാൻ അങ്ങനെ അവിടെ കടത്തിയ അപ്പോ ബറുമ്പത്തുകു എൻ്റെ പെഞ്ഞായി ഒരു അത്ഭുതകരമായ ഒരു വിഷയമായിട്ട് ചെല്ലത്. എന്തിനേ എന്തെങ്കിലും കൂറത്തങ്ങ യാത്ര പോകണ്ടേക്ക് തെല്ല അല്പം മുന്നോളൂ പെഞ്ഞായിരട്ട ചെല്ലി നീന് ബുർക്ക ഇട്ടിട്ട് പറഞ്ഞു നീ ആലസ്യനാക്കണം. അപ്പൊ പെഞ്ഞായിക്ക് എടുത്തുള്ള ബുർക്ക എന്തിനേക്ക് ഇട്ടേ അപ്പൊ ചെന്ത് കുറെ ആൾമാരല്ല ഇപ്പൊ ബറോകൊണ്ടു നീ ബുർക്ക ഇട്ട് പറഞ്ഞു. ഓർക്ക ചെന്ത് രണ്ടാമത്തെ കുറി ചെന്ത് മൂന്നാമത്തെ കുറി ചെന്ത് ആവർത്തന ചെല്ലുമ്പോ ആ പെണ്ണിങ്ങ പോയിട്ട് ബുർക്ക ഇട്ടിട്ട് ബന്ത് നീ ആലോചനാക്കും. ഇങ്ങനെയുള്ള പരിപൂർണമായ ഒരുക്കത്തിലായിട്ട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ യാത്ര ചെയ്ത് അതെല്ലാം മുഅ്മിനീങ്ങളുടെ അടയാളായിട്ട് അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ടു ഞങ്ങളെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് ചെന്നോണ്ടുള്ളത് കൂറത്തങ്ങളെ മനസ്സിലാക്കുക, ചെമ്മ അനുസ്മരണം വേണ്ടിയില്ല. നിങ്ങളെയും നന്റെ ജീവിതത്തിൽ കൂറത്തങ്ങ മന്ദിരിച്ച തണ്ണിയുടെ ഫോറുമയ്യാവും. നങ്ങ ഒരു തണ്ണി മന്ദിരിക്കണം ചിലപ്പോ 10 മിനിറ്റ് അല്ല പിടിക്കും. എത്ര സൂറത്ത് ഓതി അത് ഫോറ് തട്ടില്ല അല്ലേ? എത്ര സൂറത്ത് ഓതിയെങ്കും അത് ചിലപ്പോ എന്താവില്ലേ മയ്യാവില്ലേ? സൂറത്തിലെ ഫോറ് കൊറടി ആയിട്ട് എന്തോ അല്ല, ഊതിരോന്റെ ഫോറ് കൊറടി. കൂറത്തങ്ങ എന്തിനെ ഓതിരം ചെന്നിട്ട് ആ ഓതിരത്ര സമയം കേൾക്കുള്ള ടൈമില്ല. ചിലപ്പോ എന്തെല്ലാം വലിയ വലിയ പരിപാടിയിൽ എന്താ ഒന്ന് ബായി അനക്കിട് കൊടുക്കും പരിഹാരം. മുഅ്മിനീങ്ങളെ ഈ തണ്ണിയുടെ വിഷയ നിങ്ങൾ ആലോചനാക്കണോ? ഇണ്ട് ദുനിയാവിലെ ഏറ്റവും വലിയ ബഹുമാനമുള്ള തണ്ണിയായിട്ട് സംസം തണ്ണി. ആ സംസം തണ്ണി എത്താത്ത പക്ക ദുനിയാവ് ലോകത്തിൽ ഒന്നും ഒരു പക്വയില്ല എന്നതുപോലെ ഞാൻ ഓർത്തോണ്ടുള്ള 4-5 വർഷം മുന്നുള്ളൂ ലണ്ടനിൽ ഒരു ബാലക്കാരൻ നക്കത്തിൽ വയറുനൊമ്പലായോണ്ടുണ്ടു. നിങ്ങനക്ക് ദ്വാർക്കണോ? അപ്പൊ അവന്റെ ബായിൽ വന്ന പലക്ക കൂറത്തങ്ങളെ തണ്ണി തന്റെ മുട്ട ഉണ്ടു. ആലോചനാക്കോ എവിടേക്ക് എത്തിയിട്ട് തണ്ണി? ലണ്ടനിക്ക് എത്തിയിട്ട്. അങ്ങനെ ലണ്ടനല്ല അമേരിക്കല്ല എല്ലാ റായത്തും എത്തിയ വലിയ ഒരു അത്ഭുതം തന്നെ കൂറത്തങ്ങൾ എന്തിനെ കൂറത്തങ്ങൾ ആ തണ്ണിയായിട്ട്. ಅದರ ರಹಸ್ಯ ಎಂದರೆ ನಂಗೆ ಗೊತ್ತಿಲ್ಲ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ലോക മുഅ്മിനീങ്ങളുടെ ഈമാനും ഒരു തിറാസിൽ വെച്ച് തൂക്കിയെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാനുക അടുക്കൂല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വലിയ നിസ്കാരക്കാരനല്ല. ചൊല്ലുമ്പോ നിസ്കരിക്കാത്ത ആളുണ്ട് വിചാരിക്കണ്ട. എപ്പോഴും സുന്നത്ത് നിസ്കരിക്കുന്ന ആളല്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അല്ല ചെമ്മ ഹജ്ജാക്കിയ ആളല്ല, ചെമ്മ നോമ്പ് പിടിച്ച ആളല്ല. പക്ഷേ ഇന്നത്തെ കാലത്തല്ല, പിന്നെ താബീങ്ങളെ സ്വഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ ഇബാദത്തെടുത്ത ആൽമാറ്, നിസ്കരിച്ച ആൽമാറ്, നോമ്പ് നോക്കിയ ആൽമാർ ധാരാളമുണ്ട്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാനും അതാ ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഈമാനും ഒരു തിറാസിൽ വെച്ച് തൂക്കിയെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഈമാൻ തൊട്ട് അടുക്കുകയില്ല. മഹാനായ ഗസാലി ഇമാം തങ്ങൾ അവിടുത്തെ യഹിയ ഉലൂമുദ്ദീനിൽ ചെന്നില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൽബിൽ എന്തോ ഒരു വസ്തു ഉണ്ടു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൽബിൽ എന്തോ ഒരു വസ്തു ഉണ്ടു. അത് ഞങ്ങളൊട്ടില്ല, നോമ്പ് പിടിച്ചോണ്ടൊട്ടില്ല, നിസ്കരിച്ചോണ്ടൊട്ടില്ല. ഇല്ലാത്ത ഒന്നാര കയ്യിലുണ്ട്. സയ്യിദുനാ
അബൂബക്കർ സിദ്ദീഖ് എന്നതുപോലെ മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളി നങ്ങ പലരും പല വിഷയങ്ങൾ നങ്ങ ചെൽഡ നങ്ങ പല കാര്യങ്ങളും നങ്ങ ചെൽഡ സുബ്ഹാനല്ലാഹ് പല രോഗത്തെ വിഷയം ചെൽഡ ആ മഹാനവറുകൾ നങ്ങക്ക് തണ്ണി മന്ത്രിച്ചു തരുമ്പോ മുഅ്മിനീങ്ങളെ ചെമ്മ മണിക്കൂറോ സമയമോ നിമിഷം എന്തുമില്ല ഒരു ഊത്തു മാത്രമായിട്ട് കിട് ചെറിയ ഒരു അനക്കബായിലുണ്ടു യന്ത്രമാണ്ട് നങ്ക് ഗൊന്തില്ല അതായിട്ട് കിട് ബഹുമാനപ്പെട്ട ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസ്സാലി ഇമാം തങ്ങ ചെന്നതുപോലെ മഹാനായ കൂറ തങ്ങക്ക് എന്തോ ഒരു വിശേഷത ഉണ്ടോ ആ വിശേഷതായിട്ട് കീട് കണ്ടുപിടിച്ചത് ആറ് കൊണ്ടുണ്ടോ അവിടത്തെ ബാപ്പയായ താജുൽ ഉലമാ ആ താജുൽ ഉലമ അവിടെ ചെന്ന പലക്കെന്തര കൊണ്ടുണ്ടാ നക്ക് ശേഷ നണ്ട മോണായിട്ട് കിടി സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങളെ എവിടുത്തോളം ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണോ താജുൽ ഉലമ വഫാത്താകുമ്പോ 90 ചില്ലറ വർഷമായിട്ട് കിട് താജുൽ ഉലമ ആറിണ്ട് ഗൊന്തായത് 70 വർഷം പിന്നായിട്ട് കിട് സുബ്ഹാനല്ലാഹ് ഇവിടെ ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് ആലിമീങ്ങൾ വഫാത്തായി പോയാറ് അങ്ങനെ ഗൗരവം അങ്ങനെ ഗാംഭീര്യം അങ്ങ് ആറിട്ട് നങ്ങ മനസ്സിലായത് അങ്ക് പ്രായ കൂടിട്ടാമ്പായിട്ട് കിടി മഹാനായ കൂറത്തങ്ങ അങ്ങനെയല്ല 10-40 വർഷം പിന്നെ സുബ്ഹാനല്ലാഹ് 64 വർഷത്തെ ഇടയിൽ എല്ലാം കാട്ടിവിടെ മരിച്ചു പോയില്ലേ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഉടുത്തോളം മനസ്സിലാക്കണോ ഇനി താജുൽ ഉലമ ജീവിച്ച ആ വർഷത്തോളം കൂറത്തങ്ങ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ നങ്ങ ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടുള്ളത് കൂറത്തങ്ങ നങ്ങക്ക് കിട്ടിയാലാന്തി കൂറത്തങ്ങളെ അവസ്ഥ എവിടത്ത് എത്താന്തി കാരണം എന്ത് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ തീരുമാനായിട്ട് കിട് വലിയ സുന്നത്ത് ജമാഅത്ത് വേണമായിട്ട് എവിടെ സദസ്സിൽ പോയെങ്കിലും സുന്നത്ത് ജമാഅത്ത് എവിടെ ദുആർക്കുമ്പോ ഈമാൻ സലാമത്ത് എവിടെ ദുആർക്കും മക്കായ ബിസേ അല്ലാണ്ട് മഹാനായ കൂറത്തങ്ങള് വേറെ ഒരു അനാവശ്യമായിട്ടില്ല അതാണ് നാ ചെന്നോണ്ടുള്ളത് മനുഷ്യരുടെ ഏറ്റവും വലിയ ഉയർച്ചെന്തിനെ കൊണ്ടുണ്ടാ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും മോനെ നിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും വിലയില്ല നിന്റെ കയ്യിൽ എത്ര നോട്ടുണ്ടെങ്കിലും വിലയില്ല നിക്ക് എത്ര മുതലുണ്ടെങ്കിലും വിലയില്ല നിന്റെ കൂട്ടത്തിൽ നിന്റെ കൂട്ടത്തിൽ ബഹുമാനമുള്ള ആർക്കും തുണ്ടാ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആള് നിങ്ങളിൽ നിന്ന് തഖ്വ ഉള്ള ആളായിട്ട് കിട് ആ തഖ്വ കൂടുമ്പോഴായിട്ട് കിട് കളവ് ചെല്ലുക മനസ്സാവില്ല ഹക്ക് എതിരായിട്ട് പൽക്ക പറയുക മനസ്സാവില്ല എവിടത്തോളം ജീമ പോയെങ്കിലും തയ്യാറില്ല എല്ലാവർക്കും കൊണ്ടുണ്ടു ഒരു നാള് മാതകാണ്ട പ്രശ്നത്തിൽ പരിസരത്തെല്ലാം മാത പ്രഖ്യാപനായിട്ട് കൂറത്തങ്ങൾ കാലിയായ മഹലില് മാത കാണ്ടിട്ടില്ല സുബ്ഹാനല്ലാഹ് ഞങ്ങളെ വിചാരിച്ച നാളെ വലിയ ഒരു ഗൊന്തലാവുടു എന്തൊരു ഗൊന്തല ഊഴം പെരുന്നാള് അപ്പുറത്ത് പെരുന്നാളില്ല അപ്പുറത്ത് പെരുന്നാള് പിന്നെ ഒരു പള്ളിയിൽ പറയുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ട് റായത്തടയിൽ വലിയ ഗൊന്തലാവുടു എന്നുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നു തങ്ങൾക്ക് എന്തായിട്ടില്ല ഞങ്ങ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് യൂട്ടി ഖാദർ വലിയ വലിയ പ്രഗത്ഭ ആലിമീങ്ങളെല്ലാം പോയാറ് എവിടേക്ക് പോയാ കൂറത്തങ്ങളെ മുട്ട പോയാ പോയി ചെന്ന് നാളെ ഒന്നു പെരുന്നാൾ ആക്കിയില്ലെങ്കിൽ അവിടെ കത്തി കുത്താവിടു ഇവിടെ തൾവർ പിടിക്കിടാറ് ഇവിടെ കാലി പോണ്ടു ഇവിടെ അങ്ങനെ പോണ്ടു എന്തിനെ ചെന്നെങ്കിലും ബഹുമാനപ്പെട്ട വന്യരായ തങ്ങ ചെന്നത് ഏതായാലും വരുതില്ല ഹക്ക് വിട്ടിട്ട് ഞാനില്ല
എനിക്ക് മാസം കണ്ടിന് എന്ന് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ ഒരാളെ ഫോഴ്സിൽ പറയാൻ ഞാൻ തയ്യാറില്ല. മനസ്സിലാക്കണം. നേരെ മറിച്ച് നണ്ട മുട്ട ഇങ്ങനെ വന്നിട്ട് ഒത്തയാക്കി നാല് ചിലപ്പോൾ അതൊരു ബന്ധല്ലേ അപ്പൊ സുസ്ഥ ബന്ധല്ലോ ഈ കെട്ടില്ലല്ലോ നാളെ നോക്കുക അല്ലേ. ഇതായിട്ടിക്കിട് ഇത് എപ്പ പണ്ടത് മഹാനായ കൂറത്തങ്ങളെ തക്കുവായിട്ട് കിട് ഇതിന്റെ പിന്നിൽ ഏറ്റവും ഉള്ളത്. അതിലെ ഏറ്റവും വലിയ രഹസ്യന്തരം കൊണ്ടുണ്ട്. ഒരു സലഫി നണ്ടുട്ട വിഷയാക്കുമ്പോ തങ്ങളെ വിഷയത്തിലോട് ചെല്ലുടെ ഒരു പലക്ക ഒന്നു നാണ് അംഗീകരിക്കടേ. എന്തിനാ നീ അംഗീകരിക്കടേ? ഒന്നുമില്ല. അയാൾ ദ്വാർക്കിടല്ലേ, അതിൽ 90% അയാൾ ആഖിറത്തെ വിഷയം ചെല്ലുടെ. അർത്ഥവിടാ എന്തിനേ നിങ്ങിപ്പോ ഇന്റെ റെക്കാർഡ് പോയിട്ട് ഔത്ത് പോയിട്ട് നോക്കൂ. അതിലൂടെ ഒരു ദ്വാർന്ന പക്കം ഉണ്ടാണ്. ദ്വാർന്ന കാസറ്റ് നിങ്ങൾ ഒന്ന് കാതൊടുക്കും. അതിൽ എത്ര ആഖിറത്തെ വിഷയ, ഈമാൻ സലാമത്താവിടെ വിഷയ, ഖബറിന്റെ വിഷയ, ദുനിയാവിന്റെ വിഷയത്തെല്ലാം ആയിട്ട് ഞങ്ങളെ ദ്വാരത്തിൽ അങ്ങനല്ല. ഞങ്ങളുടെ ലാസ്റ്റ് ആഖിറ എല്ലാം കേൾക്കിടതല്ല കേട്ടിട്ട് വേണ്ടത് ആഖിറ അല്ലേ. മഹാനായ കൂറത്തങ്ങളെ ഒരു സലഫി പോലും സമ്മതിച്ചു പോയിട്ട് എത്ര വിഷയമുണ്ടു. നാന്നെന്റെ പലക്ക നിപ്പാട്ടിയുണ്ടുള്ള മുഅ്മിനീങ്ങളെ അബ്ദുൽ ഹമീദ് ജല്ല ഒറിജിനൽ ഒരു സലഫി മഹാനായ കൂറത്തങ്ങളെ തണ്ണി കൊണ്ട് സുന്നിയായ ചരിത്രം എന്റെ അനുഭവത്തിലുണ്ടു. എന്തിനെ കൊണ്ടുണ്ടാ അബ്ദുൽ ഹമീദിന്റെ മക്ക സുബ്ഹാനല്ലാഹ് 3 മക്കളെ ജന്മം നൽകിയിട്ട് ആ മക്ക സുബ്ഹാനല്ലാഹ് ജന്മം നൽകിയ സമയത്ത് ആ കിടാവുടെ റൂപ മൃഗത്തിന്റെ റൂപായിട്ട് കിടി 30, 35, 40 ഇടയില് ആ കിടാവ് മരിക്കിട സംഭവമായിട്ട് കിടി. സുബ്ഹാനല്ലാഹ് ഡോക്ടർമാർ അവസാന തീരുമാനം കൊടുത്തത് എനിക്ക് പിന്നിങ്ങളെ പെഞ്ഞായി പെറാണ്ടിക്കിടത് നല്ലത്, ഇനിയും പെത്തെങ്കിൽ ഇങ്ങനെ തന്നെ കിടാവൂ. യാ അല്ലാഹ്, മഹാനായ കൂറത്തങ്ങളെ ബഹുമാനം മനസ്സിലാക്കണോ. അതാണ് നാ ചെന്നോണ്ടുള്ളത്. ഞങ്ങളില്ലാത്ത ഒരു വിശേഷത കൂറത്തങ്ങളെ അയിലുണ്ടു. അത് ഞങ്ങൾക്ക് കൊത്തില്ല. മുഅ്മിനീങ്ങളെ അങ്ങനെ സ്വർഗത്തിൽ ചെല്ലെങ്കിൽ ഈ ഹമീദ് ചെല്ലെ അയാളെ പെഞ്ഞായി ഒറിജിനൽ സുന്നിയായിട്ട് കിടി. നരകരയുടെ ഒരു പെണ്ണിങ്ങ വന്നിട്ട് ഈ മറുട്ട വല്ലാത്ത ഒത്തയാക്കിടി. ഇങ്ങനത്തെ പക്ക ഒരു തങ്ങ ഉണ്ടു. അയാളെ തണ്ണിൽ ചെമ്മ മക്കയായ ചരിത്രമുണ്ടു. അയാൾ ഊതിയ തണ്ണിക്ക് വലിയ ബർക്കത്തുണ്ട്. നാനും നിങ്ങ ഒട്ടിക പോയിട്ട് ഞങ്ങളെ വിഷയ ചെന്നിട്ട് മാപ്പിളോട്ട ചെല്ലെ വേണ്ട, ഞങ്ങ തണ്ണി എടുത്തോണ്ട് വന്നിട്ട് ആ തണ്ണി ഉപയോഗിച്ചെങ്കിൽ എന്തേ ഈ ഒരു അഭിപ്രായം ചെന്നപ്പോ ഇത് സ്വീകരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയൽവാസിയായ പെണ്ണിങ്ങളെ മുഖാന്തര ആ തങ്ങളെ മുട്ട പോയിട്ട് സംഭവല്ല ചെന്നിട്ട് തങ്ങ അവിടെ ഒരു തണ്ണി മന്ത്രിച്ചു കൊടുത്തിട്ടു ചെല്ലി. ഇനി നിങ്ങ ഡാക്ടറെ മുട്ട പോകണ്ട, ഡാക്ടർക്ക് നിങ്ങ കാട്ടണ്ട, ഈ തണ്ണി നിങ്ങ കുടിക്കണോ ചെന്നിട്ട് തണ്ണി കൊടുത്തു. സുബ്ഹാനല്ലാഹ് ഈ പെണ്ണിങ്ങ ഗർഭം ധരിച്ചിട്ട് 40 സ്വന്തം ബാപ്പല ചൊല്ലി ഇനി നമുക്ക് മക്ക വേണ്ട. ആ പ്രസവ സമയത്ത് ആ കിടാവിടെ മുഖ കാണോക്കു സാധ്യയില്ല. മാത്രല്ല ആ കിടാവ് മരിച്ചു പോകേണ്ടത് അതും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗർഭത്തെ എടുത്തെങ്കിൽ എന്തേ അപ്പളായിട്ട് കിടി പെഞ്ഞായോടെ ഒരു പലക്ക ചെല്ലത് ഇണ്ട്. ഞങ്ങ ഒരു ശപത്ത ഒരു തീരുമാനത്തുക്ക് പറ. എന്തിന് തീരുമാന കൊണ്ടുണ്ടാ? നിങ്ങ സലഫിയായിട്ട് കിട്, നാണ് സുന്നിയായിട്ട് കിട്. നിങ്ങളൊട്ട നാണ് ഒരു വാഗ്ദാന ചൊല്ലി ഞാൻ ഇങ്ങനെ ഒരു തങ്ങളെ തണ്ണി കൊണ്ടിട്ട് ആ മന്ദിരിച്ച തണ്ണി ഞാൻ കുടിച്ചോണ്ടുണ്ടു. നക്ക് തങ്ങ ഭറവസ തന്നിരി, നക്ക് തങ്ങ ധൈര്യ തന്നിരി. അതുകൊണ്ടു സുബ്ഹാനല്ലാഹ് നക്ക് നല്ല രൂപമായ ഒരു കിടാവ് കിട്ടിയെങ്കിൽ നിങ്ങ സുന്നത്ത് ജമാഅത്ത് ഭണ്ഡാരാ, നിങ്ങ സുന്നത്ത് ജമാഅത്ത് ഭണ്ഡാരാ. അപ്പൊ മാപ്പല ചെന്ന് ഇൻഷാ അല്ലാഹ്
അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നാണ് സുന്നത്ത് ജമാഅത്തുക്ക് പണ്ട് പെഞ്ഞായി ജൽദി പെഞ്ഞായിരൊട്ട മാപ്പിള ജൽദി. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നീന് സലഫിക്ക് പണ്ട് പെണ്ണും ജൽദ് നാണ് തയ്യാറായിട്ട് കിട് മുഅ്മിനീങ്ങളെ. ആ കുടുംബം ഒരു കുഞ്ഞിനെ കൊടുത്തു, പെണ്ണ് കുഞ്ഞായിട്ട് കിട് ഇണ്ടുമാ കുഞ്ഞിക്ക് 6 വയസ്സ് പ്രായ ആമിനാൻ ചെല്ലുടെ കുട്ടിയായിട്ട് കിട്. ഇതായിട്ട് കിട് താജുൽ ഉലമാണ്ട് കണ്ടത് നങ്ങ കാണാത്ത വിശേഷതകള് കൂറത്തങ്ങളെ കയ്യിലുണ്ടോ. അതുകൊണ്ടായിട്ട് കിട് മുഅ്മിനീങ്ങളെ വലിയ സുന്നത്ത് ജമാഅത്തുക്ക് ശക്തി എന്നത്, വലിയ ഹക്കിടെ മേലെ ശക്തി എന്നത് അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. നങ്ക് കിട്ടിയ വലിയൊരു ഭാഗ്യായിട്ട് കിട് അൽഹംദുലില്ലാഹ്. നാളെ സ്വർഗത്തിൽ ആ മാന്മാരെല്ലാം സ്വർഗത്തുക്ക് പോകുമ്പോ പാവങ്ങളായ ബംഗ്ലഗുഡ നാട്ടുകാരായ നങ്കി പെരകത്തിൽ വന്നു കൂടാമല്ലോ. തങ്ങളെ ഞങ്ങളെ കാലിയായിട്ട് കിട് താജുൽ ഉലമ, ഞങ്ങളെ കാലിയായിട്ട് കിട് ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് പറയുകയുള്ള ഒരവസര ബംഗ്ലഗുഡരായത്തേക്ക് കിട്ടിപ്പോയിട്ടല്ലേ. അള്ളാഹു അങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ രായത്തങ്ങളൊട്ട് ഞാൻ കേട്ടോണ്ടുള്ള ഇനി ഞങ്ങൾക്ക് നേതൃത്വം വേണ്ടേ, ഞങ്ങൾക്ക് ഒരു നേതൃത്വം വേണ്ടേ, ഞങ്ങൾക്കൊരു ഖാലി വേണ്ടേ. ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങ എല്ലാം നിലക്ക് കുടുങ്ങി അങ്ങായിട്ട് കിട്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോകൂ ഒരു നേതാവ് ഞങ്ങൾക്ക് വേണ്ടേ വേണു. സുബ്ഹാനല്ലാഹ്, ഇനി ആരെ ഞങ്ങ തെരഞ്ഞെടുക്കടേ, ഇനി ആരുണ്ടു ഞങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് ഈ റായത്തങ്ങളൊട്ട ഈ സദസ്സിൽ ഞാൻ കേട്ടോണ്ടുള്ള പല പരിസരങ്ങളിലെല്ലാം ലോകം കണ്ട വലിയ മഹാനായിട്ട് കിട് സുൽത്താനുൽ ഉലമാ. അല്ലാ മഹാന് ഞങ്ങളെ ബംഗ്ലഗുഡ്ക്ക് കാലുകുത്തിര്, ഞങ്ങൾക്ക് നേതൃത്വം വഹിച്ചിര്, ഞങ്ങൾക്ക് പ്രസംഗിച്ച് തന്നര്, ഞങ്ങൾക്ക് ദുആർന്നര്. ആ മഹാൻ 10, 30, 40 വർഷത്തെ ആളല്ല. സുബ്ഹാനല്ലാഹ്, ഈ പ്രായമുള്ള സമയത്ത് എത്രയെല്ലാം ചുമതല മഹാനവർകൾ ഉണ്ടായിട്ട് അന്നിട്ട് മഹാനായ സുൽത്താനുൽ ഉലമയുടെ മുട്ട പോയിട്ട് അനുയായികൾ ചെന്ന് ഞങ്ങളെ കാലി കൂറത്തങ്ങ വഫാത്തായിട്ട് നങ്കിനാറുണ്ടോ. അപ്പളായിട്ട് കിട് സുൽത്താനുൽ ഉലമ ധൈര്യം കൊടുത്തത്, നിങ്ങ പേടിക്കണ്ട, നിങ്ങളൊട്ടിക നാണുണ്ടു ഏറ്റെടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളെ ബെൽത്തങ്ങാടിയിൽ 81 മഹല്ലി, അതുപോലെ മുടിപ്പ് ജമാഅത്ത്, സംയുക്ത ജമാഅത്ത്, അതുപോലെ ഉള്ളാളത്തടക്കമുള്ള എല്ലാ മഹല്ലികള് വന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഏറ്റെടുത്തു പോയിട്ട് ഞങ്ങളെ ബംഗ്ലവുഡ് റായത്തങ്ങ എന്തിനാക്കിടെ ഇനി ആരമുട്ട പോകേണ്ടത്. ഇനി ഞങ്ങൾക്ക് 6 വേണു ചെന്നിട്ട് ഈ സദസ്സിലെ ഒരു പ്രഖ്യാപനാക്കിയെങ്കിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് വലിയ ഒരു ഭാഗ്യായിട്ട് കിട്. അല്ലാഹു ഞങ്ങളെ ഖബൂല് ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം, ഞങ്ങൾക്കൊരു ഖാലി വേണം അല്ലേ റജബാചാരെ? ഖാലി വേണ്ട ഞങ്ങൾക്ക് ആചാരെ വേണു. ആ മാഷാ അല്ലാഹ്, ആരാക്കടെ നിങ്ങൾ ചൊല്ലു. നണ്ടരായ ഇതല്ല, നണ്ടരായ ഇതല്ല, നണ്ടരായ ഉൾത്തൂർ, നണ്ടരായത്തേക്ക് AP ഉസ്താദ് ഖാലി ആക്കിടുന്ന പ്രഖ്യാപിച്ച. നിങ്ങൾക്ക് ആര് വേണു ചൊല്ലൂർ വേഗ ചൊല്ലൂർ. ജമാഅത്തിന് മടിക്കണ്ട, ഞങ്ങൾക്ക് ആ നേതൃത്വം ഞങ്ങൾക്ക് വേണു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ ഈ സദസ്സിൽ എല്ലാവരും ഒമ്മത്തായിട്ട് ഒരു പലക്ക ചൊല്ലണം. ആര് വേണു ഞങ്ങൾക്ക് ചൊല്ലൂറോ? മഹാനായ AP ഉസ്താദിന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഉടുപ്പി ജില്ലയിൽ ആർക്കും കിട്ടിയിട്ടില്ല ഈ ഭാഗ്യം. കിട്ടില്ല, ഉടുപ്പി ജില്ലയിൽ ആർക്കും ഈ ഭാഗ്യം കിട്ടിയില്ല. കിട്ടിയെങ്കിൽ ബംഗ്ലഗുഡ റായത്തം കയറ്റി ഇൻഷാ അല്ലാഹ്. നാളെ കലി ബെൽത്തങ്കാടിയിൽ ഞങ്ങ
അവിടെ കൂടുമ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളെ ജമാഅത്തിന്റെ നേതാക്കന്മാർ പോയിട്ട് ഇൻഷാ അല്ലാഹ് എ പി ഉസ്താദിനെ ബൈഅത്താക്ക, അതും എ പി ഉസ്താദിനെ ഗമനത്ത് കൊടുത്തിട്ടു ഞങ്ങൾക്ക് ആ ഒരു പ്രഖ്യാപനം നൽകാം. എല്ലാവരും ഒന്ന് തക്ബീർ ചൊല്ലൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു മനുഷ്യ ചട്ടയിടുമ്പോൾ തീർമാനാക്കിയിട്ട് നല്ല ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആവണു, നല്ല ക്വാളിറ്റി പാൻറ് ആവണു, നല്ല ക്വാളിറ്റി തൊപ്പി ആവണം അല്ലേ? എല്ലാവർക്കും ആശയമുള്ളത് അങ്ങനെയല്ലേ? അപ്പൊ ഞങ്ങൾക്കൊരു ഖാലിയാകുമ്പോൾ നല്ലൊരു ക്വാളിറ്റി വേണം. ഇണ്ട് ക്വാളിറ്റിയുടെ കൂട്ടത്തിൽ സുൽത്താനുലമയുടെ അപ്പുറക്കാലം ഒരു ക്വാളിറ്റി ഇല്ല. ഉണ്ടാ ആർക്കെങ്കിലും ധൈര്യത്തിൽ ചെല്ലുക സാധ്യമുണ്ടാ? എവിടത്തോളം ചെന്നെങ്കിലും മലേഷ്യയുടെ രാജാവടക്കം വന്നിട്ട് സുൽത്താനുലമയുടെ കൂട്ടിയ പോണ്ട ഒരു രംഗം ഇന്ത്യക്ക് കിട്ടിയത് ആലിമീങ്ങളെ കൂട്ടത്തിൽ പ്രഥമായിട്ട് അത് മഹാനായ സുൽത്താനുലമക്ക്. അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയ മഹാൻ ആ നേതാവായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖാലിയായിട്ട് ബയ്യത്താക്കുള്ളത്. അല്ലാഹു ആ നേതൃത്വം ഒരുപാട് കാലം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആ മുഖം ഒരുപാട് കാലം നോക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിന്റെ പലക്ക നാ നിപ്പാട്ടിക്കൊണ്ടുള്ള അതോടുകൂടെ നിന്റെ ഉമ്മ, നിന്റെ എല്ലാമായ നിന്റെ ഉമ്മ വഫാത്തായ നാളായിട്ട് കിടന്നാല് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലും നമുക്ക് ദുആ ഇറക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ആ ഉമ്മയുടെ ദറജക്ക് വേണ്ടിയിട്ട് ദുആ ഇറക്കണം. അല്ലാഹു അവിടത്തേക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഞങ്ങളെ കാർക്കള ഭാഗത്ത് ആലാടി ചെല്ല ഭാഗത്ത് ഖാലിയായിട്ട് വലിയ നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന അല്ലാഹ് നിന്റെ ഔത്തുക്ക് പല തവണ വന്നിട്ട് എന്തൊരു സമസ്യനും നക്ക് വലിയ ഒരു സമാധാനവും സന്തോഷം നൽകിക്കൊണ്ടിരുന്ന മഹാനായ വി കെ അബൂബക്കർ ഹാജി അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. അങ്ങും ഈ തിങ്കളായിട്ട് വഫാത്തായത് എല്ലാവരും ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അങ്ങനെ ദ്വാർന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പിരിയാം. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.